നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 11-ന് നടക്കുന്ന വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. താണിക്കുടം ശുഭാനന്ദാശ്രമത്തിന്റെ 2ാം വാർഷികാഘോഷങ്ങൾ ഡിസംബർ 13, 14, 15 തീയതികളിൽ ആഘോഷിക്കും. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുൻപുള്ള അധ്യയന ദിവസം പാപ്പയുടെ വേഷവുമായി എത്തിയ ടീച്ചർ കുട്ടികൾക്ക് കൈനിറിയ സമ്മാനങ്ങൾ നൽകി വിസ്മയിപ്പിച്ചു. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജ് വിദ്യാർത്ഥികൾ കോളേജ് കവാടത്തിൽ സ്ഥാപിച്ച ഫോട്ടോ സ്റ്റാർ നക്ഷത്രം കൗതുകമായി. വാർത്തകൾ വിശദമായി. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. എല്ലാ വോട്ടർമാരും പോളിംഗ് സ്റ്റേഷനുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തണം, സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ സഹകരിക്കണം. 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 2224 വാർഡ് നിയോജക മണ്ഡലങ്ങളിലായി 7208 സ്ഥാനാർത്ഥികളുണ്ട്. 3395 പുരുഷന്മാരും 3813 വനിതകളും സ്ഥാനാർത്ഥികളായുണ്ട്. അന്തിമ വോട്ടർ പട്ടികയിലെ കണക്കനുസരിച്ച് ജില്ലയിലാകെ 27,36,817 വോട്ടർമാർ, 14,59,670 സ്ത്രീകൾ, 12,77,120 പേർ പുരുഷന്മാർ, 54,204 പേർ കന്നി വോട്ടർമാർ, 27 ഭിന്നലിംഗക്കാർ, 280 പ്രവാസി വോട്ടർമാർ. ജില്ലയിലാകെ 3282 പോളിംഗ് സ്റ്റേഷനുകൾ, ഡ്യൂട്ടിക്കായി 15,753 പോളിംഗ് ഉദ്യോഗസ്ഥർ, 3282 പ്രിസൈഡിംഗ് ഓഫീസർമാർ, 3282 ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ, 6564 പോളിംഗ് ഓഫീസർമാരും പോളിംഗ് ഡ്യൂട്ടിക്കുണ്ട്. 20% ഉദ്യോഗസ്ഥരെ റിസർവായും നിയമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും യന്ത്രങ്ങൾക്ക് പ്രവർത്തന തകരാർ സംഭവിച്ചാൽ പകരം അതത് സെക്ടർ ഓഫീസർമാർ വഴി റിസർവ് മെഷീനുകൾ എത്തിക്കും. ഡിസംബർ 11-ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് സമയം. വൈകിട്ട് 6 മണി വരെ വരിയിലുള്ള എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കും. ജില്ലയിലാകെ 25 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ ഡിസംബർ 13-ന് രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലാണ് പോസ്റ്റൽ ബാലറ്റ് കൌണ്ടിംഗ് നടക്കുക. പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കും ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റുദ്യോഗസ്ഥർക്കും പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുൻപ് വരണാധികാരിക്ക് നേരിട്ടോ തപാൽ മാർഗമോ ലഭിക്കുന്ന പോസ്റ്റൽ വോട്ടുകളും എണ്ണും. പോളിംഗ് സ്റ്റേഷൻ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ 10-ന് അവധിയാണ്. വോട്ടെടുപ്പ് ദിനമായ ഡിസംബർ 11-ാം തീയതി ജില്ലയിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. 13-ാം തീയതി ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിരിക്കുന്നു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തണം. കൊട്ടിക്കലാശവേളയിലും വോട്ടെണ്ണൽ വേളയിലും പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പോലീസ് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി എല്ലാവരും കർശനമായി നിയമങ്ങൾ പാലിക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ. തിരഞ്ഞെടുപ്പ് കാലയളവിൽ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും അനുവർത്തിക്കേണ്ട നടപടിക്രമങ്ങളും നിയന്ത്രണങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവരും പാലിക്കണം. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ വഴിയോ തെറ്റായ വിവരങ്ങൾ, വിദ്വേഷം വളർത്തുന്ന സന്ദേശങ്ങൾ, വ്യക്തിഹത്യാ പോസ്റ്റുകൾ എന്നിവ പ്രചരിപ്പിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. സാമൂഹിക മാധ്യമങ്ങൾ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മദ്യനിരോധന ദിവസങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസങ്ങളിൽ വിൽപ്പനയോ ഉപയോഗമോ പാടില്ല. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ വിതരണം തടയാൻ പ്രത്യേക പരിശോധനകൾ പോലീസ് നടത്തുന്നു. മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ പോളിംഗ് സ്റ്റേഷനുകൾക്ക് 100 മീറ്ററിനുള്ളിലും പഞ്ചായത്തിന്റെ കാര്യത്തിൽ പോളിംഗ് സ്റ്റേഷന് 200 മീറ്ററിനുള്ളിലും വോട്ട് അഭ്യർത്ഥിക്കുന്നതും അനാവശ്യമായി കൂട്ടം കൂടുന്നതും കുറ്റകരമാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമലംഘനങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസ് സ്റ്റേഷനിലോ തൃശൂർ റൂറൽ ഇലക്ഷൻ കൺട്രോൾ റൂമിന്റെ 9497 941898 എന്ന നമ്പറിലോ വിളിച്ച് അറിയിക്കേണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തിന് മുന്നോടിയായി പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്ത കുട്ടനല്ലൂർ കോളേജിൽ അനുഭവപ്പെട്ടത് ഉദ്യോഗസ്ഥരുടെ വൻ തിരക്ക്. ബുധനാഴ്ച രാവിലെ മുതൽ വിതരണം ആരംഭിച്ചു. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിൽ വെച്ച് പോളിംഗിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്തു. ഉപകരണങ്ങൾ വാങ്ങാൻ കോളേജിലെത്തിയ ഉദ്യോഗസ്ഥരുടെ വലിയ തിരക്കായിരുന്നു. പല ബൂത്തുകളിലായി ഡ്യൂട്ടിക്ക് നിയോഗിച്ച ജീവനക്കാർ വിതരണ കേന്ദ്രത്തിൽ രാവിലെ തന്നെ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റാൻ എത്തിയിരുന്നു.
കോളേജിന് മുൻപിലായി പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. ഉപകരണങ്ങളെല്ലാം കൈപ്പറ്റി കൃത്യമായ പരിശോധന നടത്തി ഉറപ്പുവരുത്തിയ ശേഷമാണ് അതത് ബൂത്തുകളിലേക്ക് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. സ്വകാര്യ ബസ്സുകളിലും മറ്റു ടാക്സി വാഹനങ്ങളിലും ഉദ്യോഗസ്ഥർ സാമഗ്രികളുമായി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോയി. കുട്ടനല്ലൂർ കോളേജ് ഗ്രൗണ്ടിൽ ഉദ്യോഗസ്ഥരുമായി എത്തിയ സ്വകാര്യ ബസ്സുകളുടെ നീണ്ട നിര തന്നെയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ചൊവ്വാഴ്ചയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം. പോലീസ് പോലീസ് ശരി ഫോൾ ദ ബസ് ശരി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് പോളിംഗ് സാധന സാമഗ്രികൾ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി. തെക്കുംകര പഞ്ചായത്തിലെ പുന്നംപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് പോളിംഗ് സാധന സാമഗ്രികളുമായി ക്രമീകരിച്ച ബൂത്തുകളിലേക്ക് ഉദ്യോഗസ്ഥർ സുരക്ഷിതമായി നീങ്ങിയത്. വടക്കാഞ്ചേരി ബ്ലോക്കിന് കീഴിൽ മുള്ളൂർക്കര, തെക്കുംകര, എരുമപ്പെട്ടി, വരവൂർ, ദേശമംഗലം തുടങ്ങിയ പഞ്ചായത്തുകളിലേക്ക് വിതരണം ചെയ്യാനുള്ള പോളിംഗ് സാധന സാമഗ്രികൾ ഏറ്റുവാങ്ങി. വോട്ടെടുപ്പ് രാവിലെ 7-ന് ആരംഭിച്ച് വൈകിട്ട് 6 വരെ നടക്കും. പാണഞ്ചേരി പഞ്ചായത്തിൽ പൂർണ്ണ വിജയം നേടുമെന്ന് ഉറപ്പിച്ച് UDFന്റെ കൊട്ടിക്കലാശം. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 3 മുന്നണികളുടെയും ആവേശം നിറച്ച് കൊട്ടിക്കലാശം. പീച്ചി റോഡിലായിരുന്നു UDFന്റെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പാണഞ്ചേരി പഞ്ചായത്തും തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലും തീരുമാനത്തിലുമാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിക്കുന്നത് എന്ന് UDF പറഞ്ഞു. UDF തെരഞ്ഞെടുപ്പ് കൺവീനർ ആദംകാവിൽ ഭാസ്കരൻ, മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് ബിനു KV എന്നിവർ നേതൃത്വം നൽകി. തുടർഭരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ LDFന്റെ കൊട്ടിക്കലാശം. കണ്ണാറയിലായിരുന്നു LDFന്റെ കൊട്ടിക്കലാശം. നിലവിൽ ഭരണമുള്ള തൃശൂർ ജില്ലയിലും ഒല്ലൂക്കര ബ്ലോക്കിലും പാണഞ്ചേരി പഞ്ചായത്തിലും ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലും കണക്കുകൂട്ടലിലുമാണ് LDFന്റെ കൊട്ടിക്കലാശം അവസാനിക്കുന്നത് എന്ന് LDF പറയുന്നു. മന്ത്രി K രാജനും LDF നേതാക്കളും അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ജനാധിപത്യം ഏറ്റവും ഗംഭീരമായി നടക്കുന്ന നാടാണ് കേരളം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും നോമിനേഷൻ കൊടുക്കാൻ അവകാശമുണ്ട്. നോമിനേഷന്റെ നാമനിർദ്ദേശ പത്രിക പാസ്സായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ബോർഡ് വെക്കാനും നോട്ടീസ് അടിക്കാനും വീട്ടിൽ കയറി പ്രചരണം നടത്താനും അവകാശവാദം ഉന്നയിക്കാനും അവസരമുണ്ട്. ആ അവകാശവാദങ്ങളെല്ലാം കേൾക്കാൻ
സഹിഷ്ണുതയോടെ കേരളം നിന്ന് കൊടുക്കുകയും ചെയ്യും. പക്ഷേ അത് 13-ാം തീയതി രാവിലെ 7 മണി കഴിഞ്ഞ് 59 മിനിറ്റ് വരെയേ സാധിക്കൂ. 8 മണിയായാൽ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഫലം എണ്ണി തുടങ്ങും. ഞാൻ ഉറപ്പിച്ചു നിങ്ങളോട് പറയട്ടെ, 13-ാം തീയതി രാവിലെ വരെ ആരെല്ലാം അവകാശവാദം ഉന്നയിച്ചാലും 13-ാം തീയതി തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഈ പാണഞ്ചേരി പഞ്ചായത്തിലെ പ്രസിഡന്റ് പദത്തിലേക്ക്, ഭരണപദത്തിലേക്ക്, വിജയത്തിലേക്ക് കടക്കുന്ന രാഷ്ട്രീയ മുന്നണിയുടെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നായിരിക്കും. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോവുകയല്ല. സ്വപ്ന രാധാകൃഷ്ണൻ ചുറ്റിക അരിവാൾ നക്ഷത്രമലയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ആദ്യ ഭരണം പ്രതീക്ഷിച്ച് BJPയുടെ കൊട്ടിക്കലാശം. പട്ടിക്കാട് സെന്ററിലായിരുന്നു BJPയുടെ കൊട്ടിക്കലാശം. ഇരു മുന്നണികളെയും പിന്തള്ളി പാണഞ്ചേരിയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഭരണം പിടിക്കുമെന്ന വിശ്വാസത്തിലാണ് പ്രവർത്തകരെന്ന് BJP നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുമായ PP ജോണി നേതൃത്വം നൽകി. മാടക്കത്ര പഞ്ചായത്തിലെ LDF തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ചിറക്കാക്കോട് സെന്ററിൽ നടത്തി. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിന് ബാൻഡ് മേളം, സ്ഥാനാർത്ഥിയുടെ ചിത്രമുള്ള പ്ലക്കാർഡുകൾ എന്നിവ മാറ്റുകൂട്ടി. BJP ചിറക്കാക്കോട് അമ്പല പരിസരത്ത് നിന്നും റാലിയായി ചിറക്കാക്കോട് സെന്ററിലെത്തി കൊട്ടിക്കലാശം നടത്തി.
മണ്ണുത്തി LDF കൊട്ടിക്കലാശം മഹാത്മാ സ്ക്വയറിൽ നടന്നു. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ ക്ഷേമ പ്രവർത്തനങ്ങളിൽ എന്നും കാലത്തോടുള്ള ജനങ്ങളൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് നമ്മുടെ പ്രിയപ്പെട്ട MN റോസിക്ക് കപ്പും സോസറും അടയാളത്തിൽ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. BJPയുടേത് പട്ടാളക്കുന്നിൽ നിന്നും റാലിയായി മണ്ണുത്തിയിലെത്തി സമാപിച്ചു. പാണഞ്ചേരിയിൽ പൂർണ്ണ വിജയം കൈവരിച്ച് UDF ഭരണസമിതി അധികാരത്തിൽ വരുമെന്ന് UDF. പാണഞ്ചേരി പഞ്ചായത്തിൽ UDF പൂർണ്ണമായി വിജയം കൈവരിച്ച് ഭരണം തിരിച്ചുപിടിക്കുമെന്നും പഞ്ചായത്തിൽ ആരു ഭരിച്ചാലും നടക്കാറുള്ള സാധാരണ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നും അത് ചൂണ്ടിക്കാട്ടിയാണ് വലിയ വികസന പ്രവർത്തനങ്ങളെന്ന് LDF പറയുന്നത് എന്നും പാണഞ്ചേരി പഞ്ചായത്തിലെ വികസനമില്ലായ്മയും ശബരിമല സ്വർണ്ണക്കൊള്ളയും സംസ്ഥാന സർക്കാരിന്റെ അഴിമതി ഭരണവും ദുർഭരണവും അധികാരത്തിൽ വന്നാൽ UDF നടപ്പാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് UDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത് എന്ന് UDF തെരഞ്ഞെടുപ്പ് കൺവീനർ ആദങ്കാവിൽ ഭാസ്കരൻ പറഞ്ഞു. UDFന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം ഇവിടുത്തെ ജനങ്ങളിലെ വികസന പ്രവർത്തനം പാഴായി പോയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുടിവെള്ള പദ്ധതി, ആ കുടിവെള്ള പദ്ധതി നേരെ മാർഗം കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചില്ല. അതിൽ നിന്ന് ആശപ്പെടുകയാണ്. പഞ്ചായത്തിലാണ് ബീച്ച് ഡാം നിലകൊള്ളുന്നത് എങ്കിലും 2000-ലാണ് UDF അധികാരത്തിൽ വന്ന സമയത്താണ് ജലനിധി പദ്ധതി കൊണ്ടുവന്നത്. 2000 കുടുംബങ്ങൾക്ക് തന്നെ ജലം എത്തിക്കുന്നതിന് വേണ്ടി, കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു.
ആ പദ്ധതി ഇവർ വന്ന് ഒന്നും ചെയ്യാതെ നാശമായി കിടക്കുന്ന സ്ഥിതിവിശേഷമാണ്. ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികളൊക്കെ മാത്രം നടക്കുന്നു എങ്കിലല്ലാണ്ട് ഇന്നേ വരെ ശാശ്വതമായിട്ട് ഒരു പരിഹാരം ആ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് എന്നുള്ള കാർഷിക മേഖലയാണ്. കാർഷിക മേഖല എന്നവർ കൃഷിക്കൊണ്ട് ഉപജീവന മാർഗം കഴിക്കുന്നവരാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നത് കാർഷിക മേഖലയിൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നത്. ഇന്ന് കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് ഈ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം വന്യമൃഗങ്ങൾ മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കൃഷി നശിച്ചു പോവുക. വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഇന്ന്. ആന ഉൾപ്പെടെയുള്ള, പന്നി ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ മലയെണ്ണാൻ, മയിൽ, പച്ചക്കറി മുഴുവൻ മയിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ സമസ്ത മേഖലയിലും അത് കാർഷിക മേഖല തകർന്ന് നിൽപ്പുണ്ട്. കൃഷിക്കാർ ആത്മഹത്യയുടെ വക്കിലാണ് ഇന്ന്. അവിടെ നമുക്ക് കടം മേടിച്ച് കൃഷി ചെയ്ത് വാഴക്കൃഷിയുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ് വാണഞ്ചേരി. അത് ഞാനും ഒരു വാഴക്കൃഷിക്കാരനാണ്. ഇന്ന് ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മരച്ചീനി, പാവപ്പെട്ടവരുടെ ഭക്ഷണമാണ് മരച്ചീനി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് ആ മരച്ചീനി ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത ചെയ്യുക. പന്നി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, കാട്ടുമൃഗങ്ങൾ വന്നു കഴിഞ്ഞ് അത് നശിപ്പിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാർഷിക മേഖല അത് തകർന്നു. അതുപോലെ തന്നെയാണ് തെരുവ് നായ മുഴുവൻ റോട്ടിലിറങ്ങിയിരിക്കുകയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വരെ നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് തെരുവ് നായ കടന്നു വന്നിരിക്കുന്നത്. ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞ ജനകീയാസൂത്രണം, പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം മിനി സർക്കാരാണ് പഞ്ചായത്ത്. ധാരാളം ഫണ്ട് കിട്ടും. ആ ഫണ്ട് ചെലവഴിക്കുക എന്നുള്ളത് മാത്രമല്ല, സംസ്ഥാനം ഭരിക്കുന്നത് ഇപ്പോൾ LDF ആണ്. അവിടുന്ന് തന്നെ ധാരാളം ഫണ്ടുകൾ, പ്രൊജക്റ്റുകൾ ഉണ്ടാക്കി അത് മേടിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം കൂടി പഞ്ചായത്ത് ഇല്ല. നമ്മുടെ കല്യാണ മണ്ഡപം പഞ്ചായത്തിൻ്റെ മുന്നിൽ 10 വർഷമായില്ലേ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഉദ്ഘാടനം നേരത്തെ കഴിച്ചു എന്നല്ലെങ്കിൽ തന്നെയുമല്ല, ആ കല്യാണ മണ്ഡപത്തിൽ പാർക്കിംഗ് സൗകര്യമില്ല. താഴെ ഉണ്ട് എന്നെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്കാണ് അതിൻ്റെ മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഉപയോഗിക്കാൻ പറ്റാത്ത തന്നെയല്ലാതെ പാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വണ്ടി കയറി വരുമ്പോൾ അപകടമുണ്ടാകാനുള്ള എല്ലാ സ്ഥിതിവിശേഷവും ഉണ്ട്. നമ്മുടെ മേഖല പാണഞ്ചേരിയിലെ കാർഷിക മേഖലയും അതുപോലെ അടിസ്ഥാന വികസനവും കുടിവെള്ള പദ്ധതിയും അങ്ങനെയുള്ള ആരോഗ്യമേഖല ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ്. ആരോഗ്യം എന്ന് പറഞ്ഞ് വായുവും അതുപോലെ തന്നെ കുടിവെള്ളമൊക്കെയാണെന്നുണ്ടെങ്കിൽ ജലജീവൻ പദ്ധതി എന്ന് കുടിവെള്ള പദ്ധതി കൊണ്ട് കേന്ദ്ര സഹായത്തോടുകൂടി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഇന്നും പൈപ്പുകൾ റോട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കുഴിച്ചിട്ടിട്ടില്ല. പാണഞ്ചേരി വടക്കേക്കരയിലൊക്കെ റോഡിൽ പൈപ്പ് കൊണ്ടുവന്നിട്ട് 6 മാസം കഴിഞ്ഞു. അത് കുഴിച്ചിടാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇത്? ആരോടെ ചോദിക്കുന്നത്? എന്നുള്ളതിന് ഭരിക്കുന്നവരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ഭരിക്കുന്നവർ നമ്മുടെ പഞ്ചായത്തിൽ 2 ബസ് സർവീസുള്ള റോഡുകളാണുള്ളത്. ഒന്ന് തെക്കുംപാടം മയിലാട്ടം പറയും, അതുപോലെ തന്നെ പൂവഞ്ചെറിയും. ആ റോഡിൻ്റെ സ്ഥിതി ഒന്ന് നോക്കണം. റോഡുകൾ മുഴുവൻ നാശമായി കിടക്കുന്നതാണ്. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചു, ഇപ്പം ശരിയാക്കും എന്ന് പറഞ്ഞ് ഇതുവരെ ആ റോഡ് 2ഉം സഞ്ചാരയോഗമാക്കാനായിട്ട് ഈ സംഭവിക്കില്ലേ. എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയില്ലേ? കരാറുകാരൻ ഇട്ടുപോയി എന്ന് പറഞ്ഞു. ആ കരാറുകാരൻ ഇട്ടുപോയാൽ വേറൊരാളെ കൊണ്ടുവന്ന് അത് പണി നടത്തേണ്ടത് ആരുടെ ചുമതലയാണ്? ഭരിക്കുന്നവരുടെ ചുമതലയാണ്. അവരെയല്ലേ സമീപിക്കുക? അതിന് പോലും തുനിയാതെ വെറുതെ ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി കിട്ടുന്ന ഫണ്ട് ചെറിയതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് അതും LDFൻ്റെ ആൾക്കാർക്ക് കൂടുതൽ കൊടുത്ത് ഈ രാജ്യത്ത് എല്ലാ ജനങ്ങളെയും ഒരേപോലെ കാണേണ്ടതാണ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ. പഞ്ചായത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷമില്ല, എല്ലാവരും ഒരേമാതിരി കാണുന്ന ആ സ്ഥിതിവിശേഷമാണ് പഞ്ചായത്ത് സമീപിക്കേണ്ടത്. അത് ഇതിൽ പരാജയപ്പെട്ടു, 10 വർഷമായിട്ട് പരാജയപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ
വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പഞ്ചായത്ത് ഭരണം പിടിക്കുക എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ ഈ നാടിന് വേണ്ടിയിട്ടാണ്, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. അതിന് ഇവിടെ എല്ലാ സാഹചര്യവും ഭരണവിരുദ്ധ വികാരം ജനങ്ങളെ അടിച്ചിരിപ്പിക്കുക, ഒരു അവസരം കിട്ടാനേ ഏറ്റിരിക്കുക. ഈ 11-ാം തീയതി പോളിംഗ് ബൂത്തിലെത്തി പോകുമ്പോൾ വോട്ടർമാർ ഞങ്ങൾക്ക് UDF നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കും എന്നുള്ള ഞങ്ങൾക്ക് സംശയമില്ല. വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമുക്ക് ഏറ്റവും ഹിന്ദുക്കൾ പോകുന്നൊരു ഇതാണ് ശബരിമല. ആ ശബരിമലയുടെ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ ശുഭാനന്ദാശ്രമത്തിന്റെ 2ാമത് വാർഷികാഘോഷം ഡിസംബർ 13, 14, 15 തീയതികളിൽ നടത്തുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 13 ശനിയാഴ്ച രാവിലെ 8:45 കൊടിയേറ്റം. അന്നേ ദിവസം ആത്മീയ പ്രഭാഷണം, ഗാനാർച്ചന എന്നിവയുണ്ടാകും. 2ാം ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് യുവജന വനിതാ സമ്മേളനം പ്രൊഫസർ ലക്ഷ്മി ശങ്കർ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് ഇരുമ്പനാട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആശ്രമത്തിലേക്ക് പ്രകാശയാത്ര നടത്തും. സമാപന ദിവസം തിങ്കളാഴ്ച രാവിലെ 9:30-ന് അയ്യംകുളം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആശ്രമത്തിലേക്ക് നാമസങ്കീർത്തന ഘോഷയാത്ര. രാവൽസ 11-ന് പൊതുസമ്മേളനം തൃശൂർ ശ്രീരാമകൃഷ്ണ മഠം പ്രബുദ്ധ കേരളം മാസിക പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സമൂഹ സദ്യ നടക്കും. വൈകിട്ട് ഭക്തിഗാനസുധ, സമൂഹാരാധന എന്നിവയുണ്ടാകും. സന്യാസിനി ഗുരുകർമാനന്ദനിയമ്മ,
KB രവി, PV ചന്ദ്രഹാസൻ, നിതിൻ രാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ ക്രിസ്തുമസ് സന്ദേശവുമായി പാപ്പയുടെ വേഷത്തിലെത്തിയ അധ്യാപിക വ്യത്യസ്തയായി. പുത്തൂർ ഗവൺമെന്റ് VHS സ്കൂളിൽ ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് മുൻപുള്ള അവസാന അധ്യയന ദിവസം കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ പ്രധാന അധ്യാപിക സുനിത വിളിച്ചു ചേർത്ത പ്രത്യേക അസംബ്ലിയിലാണ് ക്രിസ്മസ് പാപ്പ പ്രത്യക്ഷപ്പെട്ടത്. ചുവന്ന കുപ്പായവും താടിയുമായി വന്ന പാപ്പയുടെ തോളിൽ നിറയെ സമ്മാനങ്ങൾ നിറച്ച സഞ്ചിയും കയ്യിൽ നിറയെ ബലൂണുകളും ഉണ്ടായിരുന്നു. ചെക്ക് ഭാഷയിലായിരുന്നു കുട്ടികളോട് പാപ്പ സംസാരിച്ചത്. അത് കുട്ടികൾക്കായി അധ്യാപിക ആതിര തർജ്ജമ ചെയ്തു. പാപ്പ കുട്ടികൾക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്ത് നൃത്തം ചെയ്തു. സ്കൂളിലെ SPCയുടെ ചുമതല വഹിക്കുന്ന സുബിനി KC എന്ന മലയാളം അധ്യാപികയാണ് പാപ്പയായി വേഷമിട്ടത്. സാന്റയായി വന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട സുബിനി ടീച്ചർ ആയിരുന്നുവെന്ന് കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതും വ്യത്യസ്തതയായി മാറി. പ്രിയപ്പെട്ടവരെ, GVHSS പുത്തൂരിൻ്റെ സാധ്യത ദിവസങ്ങളിലെ അവസാനത്തെ ദിവസമായ ഇന്ന് വളരെ സ്പെഷ്യലായിരുന്നു. ക്രിസ്മസ് ആഘോഷം ഈ വർഷം കഴിയില്ല എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സുമിനി ടീച്ചർ ക്രിസ്മസ് പാപ്പയായി പെട്ടെന്ന് സർപ്രൈസുമായി വന്നത്. നിറയെ സമ്മാനങ്ങളുമായി കുട്ടികൾക്കെല്ലാം സമ്മാനം കൊടുത്തുകൊണ്ട് പാട്ടും ഡാൻസും ഒക്കെയായി പാപ്പ ഞങ്ങളെ ഒട്ടേറെ സന്തോഷിപ്പിച്ചു. കുട്ടികളെ പ്രത്യേകിച്ച് അവർ ശരിക്കും ഉത്സാഹത്തിലും ആഹ്ലാദത്തിലും ആറാടി എന്ന് തന്നെ പറയാം. സത്യത്തിൽ ഏത് സ്കൂളിലും ഒരു കുഞ്ഞ് ഏതെങ്കിലും കുട്ടിയായിരിക്കും ക്രിസ്മസ് പാപ്പയായി വേഷം കെട്ടുക. എന്നാൽ ഒരു എന്താ പറയുക, ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു SPC ചാർജുള്ള സുമിനി ടീച്ചർ പാപ്പയായി വന്നത്. സത്യത്തിൽ ഏറ്റവും ഉഷാറുള്ള പാപ്പയാണ് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ഉഷാറുള്ള പാപ്പയായിരുന്നു സുമിനി ടീച്ചറുടെ ക്രിസ്മസ് പാപ്പ. ഈ പാപ്പ വേഷത്തിന് സുമിനി ടീച്ചറോട് ഹൃദയത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ്. പാപ്പ, ഹാപ്പി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു. താങ്ക് യു. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജ് വിദ്യാർത്ഥികൾ കോളേജിന് മുന്നിൽ നിർമ്മിച്ച ഫോട്ടോ സ്റ്റാർ നക്ഷത്രം കാണികളെ ആകർഷിക്കുന്നു. കോളേജിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നക്ഷത്രാകൃതിയിലുള്ള ഭീമൻ ഫോട്ടോ സ്റ്റാർ പ്രിൻസിപ്പാൾ ഡോക്ടർ ഫാദർ ജിമ്മി ജോസിന്റെ ആശയം കുട്ടികൾ പ്രാവർത്തികമാക്കുകയായിരുന്നു. IQAC കോർഡിനേറ്ററും ഇലക്ട്രോണിക് വിഭാഗം അധ്യാപകനുമായിരുന്ന ആന്റണി ജെയിംസിന്റെയും അഡ്മിനിസ്ട്രേറ്റർ ഫാദർ റൂബിന്റെയും ഓഫീസ് അസിസ്റ്റന്റ് ജെയിംസിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾ മനോഹര കലാസൃഷ്ടിയായി അവതരിപ്പിച്ചു. കൂട്ടായ്മ, സ്നേഹം, പങ്കാളിത്തം എന്നീ മൂല്യങ്ങളുടെ പ്രതീകമായി കോളേജ് ഈ ഫോട്ടോ സ്റ്റാർ എല്ലാവരെയും പരിചയപ്പെടുത്തി. കോളേജ് കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും ചിത്രം ഒരേ നക്ഷത്രത്തിൽ ഒന്നിച്ചു ചേരുമ്പോൾ അവരുടെ ഐക്യത്തിന്റെ പ്രകാശം പരിസരമാകെ പടരുന്നു. പാരമ്പര്യത്തിന്റെ ഉത്സവ ചൈതന്യം, പുതുതലമുറയുടെ സാങ്കേതിക പുതുമയും സൃഷ്ടിപരതയും ചേർന്ന് അപൂർവമായ കലാസൃഷ്ടിയാണ് മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിന് മുൻപിൽ കാണുന്നത്. ഡോൺ ബോസ്കോ കോളേജ് മണ്ണുത്തി ഈ വർഷം വ്യത്യസ്തമായിട്ടുള്ള ഒരു നക്ഷത്രവുമായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കോളേജിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും ചിത്രങ്ങൾ പതിപ്പിച്ച മനോഹരമായിട്ടുള്ള ഒരു നക്ഷത്രം. ഇതിന്റെ ലക്ഷ്യം ഇവിടെയുള്ള ഓരോ വ്യക്തിയും ഓരോ നക്ഷത്രങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഓരോ കുട്ടികളുടെ ഉള്ളിൽ ഒരു നക്ഷത്രം, ഒരു സ്റ്റാർ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടും അവർ ഓരോരുത്തരും വിലപ്പെട്ടവരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇപ്രകാരമുള്ള ഒരു സ്റ്റാർ ഞങ്ങളോട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റാറിന് പിന്നെ പ്രവർത്തിച്ചത് ഞങ്ങളുടെ അധ്യാപകനായ ആന്റണി P. ജെയിംസും ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ജെയിംസും ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജിഷ്ണുവും ഡിനോയുമാണ്. കോളേജ് യൂണിയൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടാവുകയും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥിനികളും ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള അധ്വാനത്തിൽ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള നക്ഷത്രം ഇവിടെ വന്നിരിക്കുന്നത്. പുത്തൂർ പൊന്നൂക്കരയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് 6 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുത്തൂർ പൊന്നൂക്കര പാഞ്ചിറയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും നാട്ടുകാർ മദ്യം കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയ നിലയിൽ 1 ലിറ്ററിന്റെ 6 കുപ്പി വിദേശ മദ്യം കണ്ടെത്തി. ഒല്ലൂർ പോലീസിനെ വിവരമറിയിച്ചതിനനുസരിച്ച് സ്ഥലത്തെത്തിയ ഒല്ലൂർ SI ജീസ് മാത്യു മദ്യം കസ്റ്റഡിയിലെടുത്ത് മേൽനടപടികൾ സ്വീകരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി ഏരിയ മാടക്കത്ര യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് PM പുഷ്പകുമാരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി NR രമണി വാർഷിക റിപ്പോർട്ടും ട്രഷറർ MG ഷീജ വരവ് ചെലവ് കണക്കുകളുടെ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ഷീജ പ്രഭാകരൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രസിഡന്റ് CB രജു, PG വിനേഷ് എന്നിവർ സംസാരിച്ചു. റിട്ടയർമെന്റ് തുക വർദ്ധിപ്പിക്കുക, പ്രസവാനുകൂല്യ കുടിശ്ശിക എന്നിവ ഉടൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും കൺവെൻഷൻ ഉന്നയിച്ചു. നബീസ സ്വാഗതവും സരള നന്ദിയും അറിയിച്ചു.
സമരമുറകളിലേക്ക് AKT എന്ന പ്രസ്ഥാനം പോകുമ്പോൾ മുഴുവൻ ആളുകളുടെയും ആ ശക്തിയും കരുത്തും പ്രാർത്ഥനയും ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ആ ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല ക്ഷേമനിധി ബോർഡ് എന്നുള്ള ഒരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് AKTക്ക് മാത്രമാണ്. നമ്മൾ ഉണ്ടാക്കിയ ബോർഡാണ്, നമ്മൾ വിവിധ സമരങ്ങളിൽ കൂടി ഉണ്ടാക്കിയ ബോർഡാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഒരു ജാതിയുടെ പേരിലോ ഒരു മതത്തിന്റെ പേരിലോ നമ്മുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ AKT എന്ന പ്രസ്ഥാനമായിരുന്നു. അതിൽ നിന്ന് പ്രവർത്തിച്ചപ്പോഴാണ് ഇന്നത്തെ നല്ലൊരു ബോർഡ് അവിടെ ഉണ്ടായത്. അങ്ങനെയാണ് ആ ബോർഡിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അത്തരം സമരങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആ സ്നേഹവും കരുതലും എപ്പോഴും ഉണ്ടാകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. ക്ഷേമനിധിയേക്കാളും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ ട്രസ്റ്റിൽ നമ്മൾ കൊണ്ടുവന്നു. 15ഓളം ആനുകൂല്യങ്ങൾ ഇന്ന് വളരെ ഭംഗിയായി എല്ലാ ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. കല്ലൂർ ഞെള്ളൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ ഉത്സവത്തോടനുബന്ധിച്ച് പാലത്തുപറമ്പ് ദേശത്തിലെ കാവടി സെറ്റിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ ഷിവോൺ എന്നയാളെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കല്ലൂർ നായരങ്ങാടി സ്വദേശികളായ 2 പേരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. കരിപ്പേരി വീട്ടിൽ ശിവപ്രസാദ്, എലുവത്തിങ്കൽ വീട്ടിൽ എബിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആദം ഖാൻ, ASIമാരായ പ്രദീപ്, വിഷ്ണു, സുജിത്, ഫൈസൽ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കലാശക്കൊട്ടിന്റെ ഭാഗമായി തൃപ്രയാർ പോളി ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്ത വലപ്പാട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറെ ഡൈവേഷൻ ചെയ്തതിനായി റോഡിൽ വച്ചിരുന്ന ട്രാഫിക് സിഗ്നൽ നീക്കാൻ അതുവഴി വന്ന മോട്ടോർ സൈക്കിളിൽ വന്ന പ്രതി ആവശ്യപ്പെട്ടത് ചെയ്യാതിരുന്നതിനുള്ള വിരോധത്താൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിലാണ് അറക്കവീട്ടിൽ മുഹമ്മദ് അമീൻ എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 11-ന് നടക്കുന്ന വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. താണിക്കുടം ശുഭാനന്ദാശ്രമത്തിന്റെ 2ാം വാർഷികാഘോഷങ്ങൾ ഡിസംബർ 13, 14, 15 തീയതികളിൽ ആഘോഷിക്കും. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുൻപുള്ള അധ്യയന ദിവസം പാപ്പയുടെ വേഷവുമായി എത്തിയ ടീച്ചർ കുട്ടികൾക്ക് കൈനിറയ സമ്മാനങ്ങൾ നൽകി വിസ്മയിപ്പിച്ചു. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജ് വിദ്യാർത്ഥികൾ കോളേജ് കവാടത്തിൽ സ്ഥാപിച്ച ഫോട്ടോ സ്റ്റാർ നക്ഷത്രം കൗതുകമായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.